പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ ശ്രദ്ധ സ്വയം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമല്ല. ഞാനൊരു ശുദ്ധ ചൈതന്യ ജ്യോതിബിന്ദു ആത്മാവാണ്. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രം നിരാകാരി ആത്മാവാണ്. ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാണ്, സ്ഥിരമാണ്. കേവലം എൻ്റെ പ്രിയ പരംപിത നിരാകാരി ശിവബാബയുടെ ഓർമ്മ മാത്രം. ഞാൻ അനുഭവം ചെയ്യുകയാണ്. മനസ്സു ബാബയുടെ ഓർമ്മയിൽ മഗ്നമായി മുകളിൽ പരമധാമത്തിലേക്കുയരുന്നു. പരമധാമത്തിൽ ഒരു പരം ജ്യോതി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജ്യോതിർമയ ശിവപരമാത്മാ, എൻ്റെ പ്രിയ ഭോലാനാഥ് ശിവബാബ. ഞാൻ ബാബയുടെ സന്മുഖത്തിരിക്കുകയാണ്. മനസ്സ് ബാബയുടെ സ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പുന്നു. ഇവിടെ പൂർണ്ണ ശാന്തിയാണ്. ഒരു പരം ജ്യോതി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ജ്യോതിർമയ ശിവബാബ. മധുരമായ ബാബ, അങ്ങ് എത്ര പ്രിയപ്പെട്ടതാണ്. പ്രാണനിലും പ്രാണനാണ്. ഭോലാനാഥ് ബാബ, അങ്ങ് സദാ നൽകുന്നവനാണ്. ഒരിക്കലും ഒന്നും എടുക്കുന്നില്ല. ബാബ മുഴുവൻ ലോകത്തിലും 3 ലോകത്തിലും അങ്ങ് ഒരാൾ മാത്രമാണ് സദാ നിസ്വാർത്ഥമായിരിക്കുന്നത്, നിഷ്കാമമായിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ ഖജാന, സുഖശാന്തിയുടെ ഖജനാവ് സർവർക്കും നൽകുന്നു. ഞാൻ അങ്ങയുടെ മധുരമായ ഓർമ്മയിൽ ലയിച്ചിരിക്കുകയാണ്. എനിക്ക് അപാര സ്നേഹം നൽകുന്നു. എൻ്റെ മേലെ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ വർഷിക്കുന്നു. അനുഗ്രഹങ്ങളാൽ എന്നെ സമ്പന്നമാക്കുന്നു. പവിത്രതയിലും ശാന്തിയിലും സുഖത്തിലും ഞാൻ സമ്പന്നമാകുകയാണ്. ഭോലാനാഥ ബാബ, അങ്ങൻ്റെ കുറവുകളും ദുർബലതകളും എടുത്ത് എനിക്ക് ഗുണം നൽകുന്നു. എണ്ണമറ്റ സന്തോഷം നൽകിയിരിക്കുന്നു. ബാബ, അങ്ങ് ഭോലാ ഭണ്ഡാരിയാണ്. അങ്ങെന്നെ ഭർപൂറാക്കിയിരിക്കുന്നു. എന്നിലെന്താണോ കുറവുള്ളത് അത് പൂർണ്ണമായിരിക്കുന്നു. ഇപ്പോൾ മനസ്സു ശാന്തമാണ്, ഹൃദയം സന്തുഷ്ടമാണ്. ബാബ, അങ്ങെനിക്ക് പ്രാണനിലും പ്രാണനാണ്. ബാബയെ കൂടാതെ മറ്റാരുമില്ല. അങ്ങെന്നെ ഉയർത്തിയിരിക്കുന്നു. മോശമായതെല്ലാം നന്നാക്കിയിരിക്കുന്നു. അങ്ങ് സദാ എൻ്റെ കൂടെയാണ്. ഏതാനും നിമിഷങ്ങൾ ഭോലാനാഥ് ബാബയുടെ ഓർമ്മയിൽ മൗനമായിരിക്കുന്നു. ബാബ നിഷ്കാമ സേവാധാരിയാണ്. കുട്ടികൾ വലുതാവുമ്പോൾ എൻ്റെ സേവനം ചെയ്യണമെന്ന് ബാബയ്ക്ക് ആഗ്രഹമില്ല. ബാബയ്ക്കൊരിക്കലും വയസ്സാവുകയില്ല. ബാബ
നിഷ്കളങ്കനായ ഉപഭോക്താവാണ്. പഴയ വസ്തുക്കളെല്ലാം സ്വീകരിച്ച് പുതിയ വസ്തുക്കൾ പകരം നൽകുന്നു. എൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാറ്റിനും പ്രതിഫലമായി മനോഹരമായ ശരീരവും അളവറ്റ ധനവും നൽകുന്നു. ബാബ പരിധിയില്ലാത്ത നിഷ്കളങ്കരുടെ നാഥനാണ്. ബാബ അഭോക്തനാണ്. കേവലം കുട്ടികൾക്ക് ജ്ഞാനം നൽകാൻ വന്നിരിക്കുകയാണ്. ബാബ തന്നെയാണ് പതിത പാവനൻ, ലിബറേറ്റർ എന്ന് പറയുന്നു. ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനും ബാബയാണ്. ഞാൻ ശിവബാബയെ ഓർമ്മിച്ച് പുണ്യാത്മാവായി തീരാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിഷ്കളങ്കനായ ബാബ, പതിത പാവനനായ ബാബ പരമധാമത്തിൽ നിന്നും പാട്ടഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഞാൻ വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ മായയുടെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാം. ആത്മാവിൽ എന്തെല്ലാം കറ പിടിച്ചിട്ടുണ്ടോ അതെല്ലാം ഇല്ലാതാകും. ഓർമ്മയിലൂടെ ആത്മ വീണ്ടും സത്യമായ സ്വർണമായി മാറുന്നു. ഇതാണ് യോഗാഗ്നി. ഞാൻ നടക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ ജ്ഞാനസാഗരനാണ്, നോളഡ്ജ്ഫുള്ളാണ്. പരിധിയില്ലാത്ത വൈരാഗിയായി മാറി ഈ പഴയ ലോകത്തെ മറക്കുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിലേക്ക് പോകണം. അതിനാൽ ഇതിൽ നിന്നും സന്യാസം സ്വീകരിക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ചുവടിൽ സൂക്ഷ്മത പുലർത്തി കോടികളുടെ സമ്പാദ്യമുണ്ടാക്കുന്ന കോടിപതിയായിത്തീരുന്നു. ബാബ കുട്ടികൾക്ക് ഉയർന്ന സ്റ്റേജിൽ കഴിയാനുള്ള ജാഗ്രത നൽകുന്നു. അതിനാൽ അല്പം പോലും അശ്രദ്ധ കാണിക്കാനുള്ള സമയമല്ല. ഞാൻ ആലോചിച്ച് മനസ്സിലാക്കി ശ്രീമതമനുസരിച്ച് ഓരോ ചുവടും വയ്ക്കുന്നു. ശ്രീമതത്തിൽ മന്മതം കലർത്താതിരിക്കുന്നു. മനസ്സിനെ ആജ്ഞാനുസരിച്ച് നടത്തിക്കൂ എങ്കിൽ മന്മനാഭവയുടെ സ്ഥിതി സ്വതവേ ഉണ്ടാകും. ഓം ശാന്തി.